നമസ്കാരം. ഇന്ത്യയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതാ പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു. ഇന്ന് കഴിഞ്ഞ് നാളെ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുകയാണ് മൂന്നാമതും. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തീവ്രവാദമടക്കം ഇന്ത്യയിൽ കൊടുമ്പിരി കൊള്ളുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അതിനെയൊക്കെ പിടിച്ചു കെട്ടേണ്ട ബാധ്യത എന്ന് പറയുന്നത് ഈ സർക്കാരുകൾ കൊണ്ടുതാനും അത് കഴിഞ്ഞ 2019 നരേന്ദ്രമോദി സർക്കാർ ചെയ്തതുമാണ്. ഇപ്പോൾ ഈ ബോളിവുഡ് സിനിമാ താരവും BJPയുടെ MPയുമായിട്ടുള്ള കങ്കണ റാണവത്തിനെ അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് ആക്രമിച്ച ഖാലിസ്ഥാനി തീവ്രവാദിക്ക് കേരളത്തിൽ ഉയരുന്ന പിന്തുണയുണ്ടല്ലോ, ആ പിന്തുണ കാണുമ്പോൾ അത്ഭുതം ഒന്നുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊല്ലുന്ന ഹമാസ് പോലുള്ള ഇസ്ലാമിക ഭീകര സംഘടനയ്ക്കും താലിബാനും പരസ്യ പിന്തുണയുമായി ആ തെരുവിലിറങ്ങുന്നവർ ഖാലിസ്ഥാനി തീവ്രവാദിയെയും പിന്തുണച്ചില്ല എങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. കങ്കണ റാണത്തിനെ എയർപോർട്ടിൽ വെച്ച് ആക്രമിച്ച ഖാലിസ്ഥാനി തീവ്രവാദി എയർപോർട്ട് സുരക്ഷ ഉള്ള CISF ഉദ്യോഗസ്ഥ ആണെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ എപ്പോഴും കാണും കയ്യിൽ എന്നുള്ളതും ഓർക്കുക. നാളെ ഇതേ തീവ്രവാദി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും വരെ ആക്രമിക്കില്ല എന്ന് എന്തുറപ്പാണ് നമുക്ക് പറയാനുള്ളത്? അന്നും ഇപ്പോൾ ആഘോഷം നടത്തുന്നവർ ഇതുപോലെ തന്നെ ആഘോഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ നടന്ന ആഘോഷങ്ങൾ ആരും തന്നെ മറന്നുപോയിട്ടില്ല എന്നുള്ളതാണ്. സത്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരാജയമാണ് ഇതൊക്കെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭരണമുണ്ടായാൽ പോരാ, അത് ഉപയോഗിക്കാൻ അറിയണം. നമ്മുടെ രാജ്യത്തിൻ്റെ സഹിഷ്ണുതയാണ് ഇത്തരം തീവ്രവാദികൾ മുതലെടുക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ ഇന്ദിരാഗാന്ധിക്ക് പലതവണ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതാണ് സിഖുകാരെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി കൂടെ കൊണ്ട് നടക്കരുത് എന്ന്. അതേപോലെ രാജീവ് ഗാന്ധിയോട് അദ്ദേഹം രക്തസാക്ഷിയായ ആ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിന്ന് ജയിച്ചവരിൽ എല്ലാവരും തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന ആളുകൾ ആണ് എന്നാണ് കേൾക്കുന്നത്. കാശ്മീരിൽ നിന്നുള്ള ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന തീവ്രവാദിയും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ഭരണം കയ്യിൽ ഉണ്ടായിട്ടും ഇത്തരം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാതെ സഹിഷ്ണുത കാണിച്ചതിൻ്റെ ഫലമാണ് രാജ്യം ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ 12 കോടി കർഷകരുണ്ട്. പഞ്ചാബിലൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും BJP തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് വീണ്ടും ഇന്ത്യ ഭരിക്കുന്നു. അങ്ങനെ കർഷകരോഷമുണ്ടായിരുന്നു എങ്കിൽ BJP ഭരണത്തിൽ ഉണ്ടാകില്ലായിരുന്നു എന്ന് മാത്രമല്ല 100 സീറ്റ് പോലും ഈ മുന്നണിക്ക് കിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ BJPക്ക് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ കർഷകരുടെ പേരിൽ തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ്. അതേപോലെയാണ് ഡൽഹിയിലെ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. 100 കണക്കിന് ഓൺലൈൻ മാധ്യമങ്ങളാണ് കൂണുപോലെ അടുത്തിടെ പൊട്ടിമുളച്ചത് എന്നുള്ളത് മറന്നുപോകരുത്. തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപ് വ്യാജ പ്രചരണങ്ങളുമായി 100 കണക്കിന് വീഡിയോകളാണ് സാധാരണക്കാരുടെ ഫോണുകളിലേക്ക് ചെന്നെത്തിയത് എന്നുള്ളതാണ്. മതതീവ്രവാദികൾ നടത്തുന്ന മതതീവ്രവാദ വാർത്താ ചാനലുകൾ നിരന്തരം ഇന്ത്യ വിരുദ്ധ വാർത്തകൾ നൽകിയിട്ടും തീവ്രവാദ അനുകൂല നിലപാടുകൾ എടുത്തിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതെന്തുകൊണ്ട്? കേരളത്തിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ കലാപങ്ങൾ ആളിക്കത്തിക്കുവാൻ ശ്രമിച്ചതിൻ്റെ ചരിത്രം അത് നമ്മുടെ മുന്നിലുണ്ട്. അന്നും കേന്ദ്ര സർക്കാർ നടപടിയൊന്നും എടുക്കാൻ കഴിയാതെ നാണം കെട്ടു. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് അടിച്ചമർത്തേണ്ട ആഭ്യന്തര വകുപ്പ് നിർജീവമായി എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത്തരക്കാരെ അവഗണിക്കുന്നതാണ് നല്ലത് എന്ന് കേന്ദ്ര സർക്കാർ നയം കൊണ്ടാണ് ഇന്ത്യയിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദി കൂട്ടായ്മകളും അരാജകവാദികളും മുളച്ചു പൊന്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സഖ്യകക്ഷി ഭരണം കൂടി ആയതോടെ രാജ്യത്തെ കൂട്ടർ ഇനി അഴിഞ്ഞാടുക തന്നെ ചെയ്യും. വ്യാജ പ്രചാരണങ്ങൾ നടത്തി ജനങ്ങളെ കലാപത്തിലേക്ക് തള്ളിവിടുക തന്നെ ചെയ്യും. അഴിമതി കേസിലെ പ്രതിക്ക് അങ്ങോട്ട് വിളിച്ച് ജാമ്യം നൽകുന്ന സുപ്രീം കോടതികൾ ആ കോടതികളുടെ നാടായതുകൊണ്ട് ആ വഴി ഇത്തരക്കാരെ അടിച്ചമർത്താനും കഴിയില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. സഹിഷ്ണുതയും ജനാധിപത്യവും ഒന്നും ഇവർക്ക് മുന്നിൽ ചെലവാകില്ല. തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുന്നവർക്ക് നേരെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ കർശന നടപടി എടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. പക്ഷേ നമ്മളിപ്പോഴും ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സഹിഷ്ണുതയല്ല, കഴിവുകേടാണ്. ഉന്മൂലനം ചെയ്യേണ്ടതിന് അങ്ങനെ തന്നെ ചെയ്യണം. അവർക്കറിയാവുന്ന ഭാഷയിൽ വേണം മറുപടി കൊടുക്കുവാൻ. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ വീണ്ടും ഇന്ദിരാഗാന്ധിമാരും രാജീവ് ഗാന്ധിമാരും ആവർത്തിക്കപ്പെടും. സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കഴുത്തറത്തു കൊല്ലുന്ന, തീവ്രവാദത്തിന് പോലും പിന്തുണ കൊടുക്കുന്ന അതേ ആളുകളാണ്
മനുഷ്യനാകണം എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി മനുഷ്യാവകാശവും സമാധാനവും പ്രസംഗിച്ചും കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളുക. ഇവരുടെ ഉള്ളിലുള്ളത് തീവ്രവാദവും അക്രമവും മാത്രമാണ്. BJP സർക്കാർ എന്തോ സംഭവമാണ് എന്ന ധാരണയിൽ ഇവർ അനങ്ങാതെ ഇരിക്കുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ എന്നേ ഇതൊക്കെ തച്ചു തകർത്തേനെ. പക്ഷേ ഇന്ത്യയിലെ ആഭ്യന്തര തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്ന് കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. അവർ ചെയ്യേണ്ടിയിരുന്നത് ഇതാണോ? ഇനിയും അവർ അടങ്ങിയിരിക്കുമെന്ന് കരുതേണ്ട. ഇക്കൂട്ടർക്ക് വിദേശ സഹായം നല്ല രീതിയിൽ കിട്ടുന്നുമുണ്ട്. ലോകത്തിന് മുന്നിൽ തങ്ങൾ വളരെ ലിബറൽ സർക്കാരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ തീവ്രവാദികൾക്ക് എതിരെ ഇനി നടപടിയെടുക്കാത്തതാണോ അതോ അതിനുള്ള ആർജവമില്ലാത്തതാണോ എന്ന് നമുക്കറിയില്ല. രാജ്യത്തിൻ്റെ സുരക്ഷയുമായും പരമാധികാരവുമായും ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളിൽ വരെ അതിശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ സംഭവമാണ്, ഒരു പ്രദേശത്ത് മാത്രം പ്രശ്നമാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് വേണമെങ്കിൽ അവഗണിച്ചാൽ അത് രാജ്യത്തിന് തന്നെ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ലഡാക്കിലൊക്കെ നടക്കുന്ന സമരങ്ങൾ കേന്ദ്രം അവഗണിച്ചതിൻ്റെ ഫലമായിട്ട് ആ വിഷയം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാൻ അവർക്കായി എന്നുള്ളത് മറന്നു പോകരുത്. കങ്കണ റാണവത്ത് എന്ന് പറയപ്പെടുന്ന ഒരു തുടക്കം മാത്രമാണ് ആ സംഭവം. ആഭ്യന്തര വകുപ്പ് ഇനിയും സഹിഷ്ണുത പുഴുങ്ങിയിരുന്നാൽ ഇന്ത്യയെ കൂട്ടർ ചുട്ടു ചാമ്പലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന തലത്തിലാകട്ടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക് കുറച്ചുകൂടി കഴിവ് കാണിക്കാം എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ നമ്മൾ സഹിഷ്ണുതയുടെ പേര് പറഞ്ഞ് തീവ്രവാദികൾക്ക് തീവ്രവാദ പ്രോത്സാഹനം നൽകാതിരിക്കട്ടെ. പുതിയ ഈ ഗവൺമെൻറ്, ഈ സർക്കാർ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യട്ടെ.